ഹിന്ദു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട കേരളത്തിൽ മോദിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി. കേരളത്തിന്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിലും അയോധ്യ പരാമർശിച്ച നരേന്ദ്രമോദി. ഈ മാസം 22-ന് ക്ഷേത്രങ്ങളിലും വീടുകളിലും വിളക്കുകൾ തെളിക്കണമെന്ന് ബിജെപി പ്രവർത്തകരോട് മോദി പറഞ്ഞു. നാട്ടിലെ അമ്പലങ്ങൾ വൃത്തിയാക്കണമെന്നും മോദി പറഞ്ഞു. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലായിരുന്നു മോദിയുടെ പ്രസ്താവന. अपने अपने गांव, शहर, बूथ पर मंदिरों में स्वच्छता अभियान चलाएं। 22 जनवरी को प्राण प्रतिष्ठा अयोध्या में होगी, लेकिन श्री राम ज्योति उस दिन शाम को देश के घर घर में जलेगी, हर मंदिर में जलेगी। केरला तो वो राज्य है जो अपना पूरा 1 महीना रामायण को समर्पित करता है. വിവരങ്ങളുമായി ഗായത്രി, കേരളത്തിലെ പരിപാടികളിലും അയോധ്യ മുഖ്യ വിഷയമാക്കുകയായിരുന്നു നരേന്ദ്രമോദി. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ആഴ്ചക്കിടയിലെ 2ാം സന്ദർശനം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. ഈ സന്ദർശനത്തിലുടനീളം അദ്ദേഹത്തിന്റെ പരിപാടികൾ ഇന്ന് മറൈൻ ഡ്രൈവിൽ നടന്ന BJP ശക്തി കേന്ദ്ര സംഗമത്തിലെ പ്രസംഗവും അത് തന്നെ വ്യക്തമാക്കുന്നതാണ്. തൃശ്ശൂരിലെ മോദിയുടെ ഗ്യാരണ്ടി പ്രസംഗത്തിന്റെ ഭാഗം തന്നെയാണ് ഇന്ന് കൊച്ചിയിലും കേട്ടത്. എല്ലാ ഗ്യാരണ്ടികളും നടപ്പിലാക്കുമെന്നതാണ് മോദിയുടെ ഗ്യാരണ്ടി. അങ്ങനെ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച വോട്ടർമാരെ മോദിയുടെ ഗ്യാരണ്ടി വണ്ടിയുടെ അടുത്ത് എത്തിക്കണമെന്നായിരുന്നു ഇന്ന് പ്രവർത്തകർക്ക് മോദി നൽകിയ നിർദ്ദേശം. ഒരു ബൂത്തിൽ ജയിക്കാനായാൽ അതിങ്ങനെ ബൂത്തുകൾ ജയിക്കണമെന്നും ബൂത്തിൽ ജയിക്കാനായാൽ കേരളം ജയിക്കാനാകുമെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളൊരു ആഹ്വാനമാണ് നരേന്ദ്രമോദി പ്രവർത്തകർക്ക് നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം 22-ന് ബാബറി മസ്ജിദ് പൊളിച്ച് അയോധ്യയിൽ നിർമ്മിച്ച രാമക്ഷേത്ര പ്രതിഷ്ഠ നടത്താനിരിക്കെ അന്നേ ദിവസം ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമജ്യോതി തെളിയിക്കണമെന്നും പ്രസംഗത്തിൽ മോദിയുടെ ആഹ്വാനമുണ്ടായിരുന്നു. ഈ പ്രതിഷ്ഠാ ദിവസം ദീപം തെളിയിക്കാൻ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പ്രവർത്തകർ വീടുകളിൽ ചെന്ന് ആവശ്യപ്പെടണമെന്നും ഈ ദീപം തെളിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും പ്രവർത്തകരോട് മോദി ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അമ്പലങ്ങളെല്ലാം വൃത്തിയാക്കണമെന്നും ഈ ദിവസങ്ങളിൽ വൃത്തിയാക്കണമെന്നൊരു ആവശ്യം കൂടി മോദി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് തന്നെയാണ് മോദിയുടെ തുടക്കത്തിലുള്ള കേരള സന്ദർശനം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ 2 ദിവസങ്ങളിൽ തെരഞ്ഞെടുത്ത പരിപാടികൾ, സന്ദർശിച്ച ഇടങ്ങൾ, ഒപ്പം ഈ പ്രസംഗങ്ങളും. അച്യുത, ഗായത്രി സത്യദേവാണ് വിവരങ്ങൾ നൽകിയത്.